3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സബര്യയുടെ ഉദ്ദേശം തന്നെ കുറച്ചുകൂടി മലയാളികളെ രാമനോടടുപ്പിക്കുക, അല്ലെങ്കിൽ രാമായണത്തിനോടടുപ്പിക്കുക, അതല്ലെങ്കിൽ വാത്മീയോട് അടുപ്പിക്കുക എന്ന് തന്നെയാണ്. ഇതിന് എല്ലാ മുൻകൈ കൊടുത്ത് ചെറിയൊരു ശ്രമമൊന്നുമല്ല നമ്മുടെ ഹരിനാരായൺജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത്രയും പേരെ സംഘടിപ്പിക്കുക, ഇത്രയും പേരെ ഒരുമിച്ച് കൂട്ടുക, ഇത്രയും വലിയ കൽക്കട്ടയിൽ നിന്ന് ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുവരിക, വലിയ വലിയ ആൾക്കാരെ ശ്രീ മുഹമ്മദ് സാറിനെ പോലെ, കൈതപ്രത്തെപ്പോലെ അങ്ങനെ വിശിഷ്ട അതിഥികളെ സംഘടിപ്പിക്കുക. ഇതൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ പോലും അതിശയിക്കുകയാണ്. പണ്ട് രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദൻ അതിശയിച്ചതുപോലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ എനിക്ക് ഇത് തുടങ്ങാൻ അസാധ്യമാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, രാമായണത്തിനെക്കുറിച്ച് ഒരു ആമുഖം തരണം. അദ്ദേഹത്തിൻ്റെ ഗുരുവിനെക്കുറിച്ച് 2 വാക്ക് പറയാതെ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഗുരു സായി, ഷിർദി സായി ആശ്രമത്തിലെ 4ാമത്തെ ആചാര്യനാണ്. ഷിർദി സായിക്ക് ശേഷം ഒരു മൗനി ബാബയായിട്ടാണ് അദ്ദേഹം തുടരുന്നത്. ഷിർദി സായിക്ക് ശേഷം ഒരു ദിഗംബര സന്യാസിയായിരുന്നു ചാർജ് എടുത്തിരുന്നത്. അതിനുശേഷം മെഹർ ബാബയായിരുന്നു. മെഹർ ബാബയുടെ ശിഷ്യനായിരിക്കുന്ന മലയാളി കൂടിയായിട്ടുള്ള മൗനി ബാബയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ട് അദ്ദേഹം സ്വീകരിച്ചത്. ഈ മൗനി ബാബ 55 വർഷമായിട്ട് ഒന്നും സംസാരിക്കാറില്ല, കൈകൊണ്ട് ആംഗ്യം കാണിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ രാജ്യത്തിന് ചെയ്തിരുന്നു. പക്ഷെ നമുക്കറിയില്ല, അമേരിക്കയിലെ ഒബാമ ബിൻ ലാദനെ അല്ലെങ്കിൽ ഒബാമയെ ഒരു പ്രസിഡൻ്റായിട്ട് അവരോധിച്ചതിന് പിന്നിൽ ഭാരതത്തിലൊരു സന്യാസിയുടെ കൈകളുണ്ടെന്ന് മീഡിയയിൽ പ്രസിദ്ധമായിരുന്നു. ആ കൈകൾ മറ്റാരുടെ ആയിരുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിവന്ദ്യ ഗുരു മൗനി ബാബയുടെ തന്നെയായിരുന്നു. അങ്ങനെയൊരു ഗുരുനാഥൻ്റെ ഉത്തമ ശിഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇതിലും വലിയ കാര്യങ്ങൾ എന്തായാലും കേരളീയത്തിന് പ്രതീക്ഷിക്കാൻ കഴിയും. രാമായണത്തിൻ്റെ ആമുഖം എന്ന് പറയുമ്പോൾ നമ്മളിന്നെല്ലാം വായിക്കുന്ന ഭക്തിക്ക് അപ്പുറത്തേക്കുള്ള ഒരു ഭാവം രാമായണത്തിലുണ്ട്. ഭക്തിയിൽ നിന്ന് വൈരാഗ്യവും, വൈരാഗ്യത്തിൽ നിന്ന് ജ്ഞാനവും, ജ്ഞാനത്തിൽ നിന്ന് സത്യത്തിലേക്ക് കൂടി കിടക്കാനുണ്ട് നമ്മൾ. അതിനുള്ള എല്ലാം രാമായണത്തിൽ വാത്മീകി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെ രാമായണത്തിനെ സമീപിക്കണം? കഥ കേൾക്കുന്നതല്ല. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഈ രാമായണം വായിച്ചുമ്പോൾ, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലെ വായിക്കും, അത് കേട്ടിട്ടാണ് വളർന്നത്. അപ്പോൾ അങ്ങനെ ഒരു വായിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അത് വായിച്ച് കേട്ടപ്പോൾ ഇതൊരു പൈങ്കിളി കഥയാണ്, കുറേ ഫാൻറ്റസിയൊക്കെ ഉള്ള ഒരു പൈങ്കിളി കഥ പോലെ തോന്നിയുള്ളൂ എനിക്ക് അന്ന് എൻ്റെ ചെറുപ്പത്തിൽ. അതിലും എത്ര നന്നായിട്ട് ദുർഗാപ്രസാദ് ഖത്രി എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുണ്ട്, MT എഴുതിയിട്ടുണ്ട്, OV വിജയൻ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സംശയങ്ങളൊക്കെ എന്നെ ഭരിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ജനറേഷനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. രാമായണത്തിലെ കഥ എന്താ? ഒരു രാജാവിന് 4 മക്കൾ, അവർ വിവാഹം കഴിക്കുന്നു, കാട്ടിൽ പോകുന്നു, അവിടുന്ന് ഭാര്യ തട്ടിക്കൊണ്ടുപോകുന്നു, യുദ്ധം ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ കുറേ ഒരു സാധാരണ കഥ അതിലുള്ളൂ. ഇങ്ങനെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി വളർന്നു വന്ന ഒരാളാണ് ഞാൻ. പിന്നീട് ഞാൻ ഫിസിക്സാണ് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ചത്. എൻ്റെ പ്രൊഫസർ ഈ ഐൻസ്റ്റീൻ്റെ ചില ഫോർമുലകളൊക്കെ എടുക്കുമ്പോൾ, റിലേറ്റിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ വളരെ വിരളമായിട്ട് എല്ലാ ക്ലാസ്സിലും ഇല്ല, ചില ക്ലാസ്സുകളിൽ ഒന്നുകിൽ ഉപനിഷത്തുനിന്നോ അല്ലെങ്കിൽ ഗീതയെന്നോ ഒരു ചെറിയ ശ്ലോകം കോട്ട് ചെയ്തിട്ട് ഈ ഐൻസ്റ്റീൻ്റെ ഈ ഫോർമുലയായിട്ട് ലിങ്ക് ചെയ്ത് തരും. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയുള്ള കാര്യമാണത്. കാരണം ഭൗതികവാദത്തിലെ ഊർജ്ജ സിദ്ധാന്തക്കാരനായ ഐൻസ്റ്റീനെയും ആത്മീയ സിദ്ധാന്തക്കാരനായ വ്യാസനെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലിരുത്തിയിട്ട് അദ്ദേഹം റിലേറ്റ് ചെയ്തിട്ട് അന്നൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു സ്പാർക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എങ്ങനെ സമീപിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് മനസ്സിലായത്. ഒരു 10-40 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ആരും ഈ പറഞ്ഞ മഹാരഥന്മാരെ ആരും വായിക്കുന്നില്ല. വൈക്കം മുഹമ്മദ് ബഷീറിനെയും വായിക്കുന്നില്ല, MTയും വായിക്കുന്നില്ല, OV വിജയനെയും വായിക്കുന്നില്ല, ദുർഗാപ്രസാദ് ഖത്രി ഒരാളെയും നമ്മൾ വായിക്കുന്നില്ല, ഷേക്സ്പിയറിനെ പോലും വായിക്കുന്നില്ല. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ രാമായണം വായിക്കാനും ഇതുപോലത്തെ സദസ്സ് ഇരിക്കാനും കേൾക്കാനും ഒക്കെ ഉത്സാഹമുള്ള ആൾക്കാരാണ്. ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഈ രാമായണം എഴുതപ്പെട്ടിട്ടുള്ളത് 3 ഡയമെൻഷനിലാണ്. ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം.
ഒരു രചന 3 ഡയമെൻഷനിൽ എഴുതുക. അവിടെയാണ് വാൽമീകി ഋഷിയാവണത്. അതൊരു ഋഷിക്കേ കഴിയും, സാധാരണ എഴുത്തുകാരന് കഴിയില്ല. അതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നതും ഈ രാമായണത്തെ എങ്ങനെ നിലനിർത്തുന്നതും. ഇത്രയധികം രാമായണങ്ങൾ, 200 ചില്ലാനം രാമായണങ്ങൾ ഉണ്ടായി എന്നാണ് കൃഷ്ണൻ സാറ് കുറച്ചു മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇത്രയും രാമായണങ്ങൾ ഉണ്ടാവാൻ കാരണം ഇത് തന്നെയാണ്. ഇത് ഒരിക്കലും ക്ഷയിക്കില്ല. എങ്ങനെ വേണം നമ്മളത് വായിക്കാൻ? അതിനും സംസ്കൃതത്തിലൊരു ലക്ഷണ എന്ന് പറയുന്ന അർത്ഥവിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലക്ഷണ 3 തരത്തിലുണ്ട്. ജഹൽ ലക്ഷണ, അജഹൽ ലക്ഷണ, ജഹദ് അജഹൽ ലക്ഷണ. ഇത് തന്നെ മറ്റൊരു പേരാണ്, ഒരു പേര് കൂടി പറയുന്നുണ്ട് അവർ. ഈ ജഹൽ ലക്ഷണ, അജഹൽ ലക്ഷണ എന്നൊക്കെ പറയുന്നത് ഇത് വായിച്ച് അർത്ഥം എടുക്കേണ്ട രീതിയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. എവിടെയൊക്കെ വേദത്തിലോ ഉപനിഷത്തിലോ പുരാണത്തിലോ ഇതിഹാസത്തിലൊക്കെ കോൺട്രാഡിക്ഷൻസ് വെച്ചിട്ടുണ്ട്, അവർ വെച്ചിട്ടുണ്ടോ? മനഃപ്പുറം വെച്ചിരിക്കുക. കൺഫ്യൂഷൻസ് വെച്ചിട്ടുണ്ട്, കഥാസന്ദർഭങ്ങളിൽ ഫാൻറ്റസി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലോക്കുകളാണ്. ഒരു സത്യാന്വേഷിക്ക് പോയി കണ്ടുപിടിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ചില ലോക്കുകളാണ് ഈ അതിശയോക്തി. നമ്മളത് വിചാരിച്ച അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. ഏറ്റവും 1-2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന് ദശരഥൻ എന്ന പേര് തന്നെ. ഈ ദശരഥൻ എന്ന് പറയുമ്പോൾ 10 ഡയറക്ഷനിലേക്ക് ഒരേ സമയം തേരോടിക്കാൻ അദ്ദേഹത്തിന്, അത് ഇന്ദ്രനൊക്കെ സഹായിക്കാൻ പോയിരുന്ന ആൾ യുദ്ധത്തിൽ. 10 ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 8 ദിക്കുകളും മേലേക്കും താഴത്തേക്കും. ഇതെങ്ങനെ കഴിയും? ആദ്യമൊക്കെ നമ്മൾ വിശ്വസിക്കും. എനിക്ക് ആദ്യമൊക്കെ വായിച്ചപ്പോൾ അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട് ഞാൻ. ഇതെന്തൊരു നുണയാണ് ഈ വാൽമീകി പറയണത്? എന്താണ്, ഇദ്ദേഹം ഋഷിയല്ലേ? എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചുള്ളത്? അതാണ് അദ്ദേഹം കൊളുത്തി വെച്ചിരിക്കുന്ന ലോകം. നമ്മളത് അപഗ്രഥിക്കണം. ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. ഇവിടെയാണ് ജഹദ് അജഹൽ ലക്ഷണം നമ്മളെ സഹായിക്കുക. ഇവിടെ ദശരഥൻ എന്ന് പറയുന്നത് ആത്മീയ അർത്ഥമാണ്, ആധ്യാത്മികമായിട്ടുള്ള അർത്ഥമാണ്. ആ ഡയമെൻഷനിൽ പോകണം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഒരു ശരീരത്തിലെ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഒരേ സമയത്ത് പ്രവർത്തിക്കാം. ഈ 10 ഇന്ദ്രിയങ്ങൾ ഒരേ സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മളാണ് ദശരഥൻ. ദശരഥൻ നീയാണ്. കാരണം നിനക്ക് 10 ഡയമെൻഷനിലേക്ക് ഒരേ സമയം നമുക്ക് ശ്രദ്ധിക്കാം. കേൾക്കുമ്പോൾ കാണാം, കാണുമ്പോൾ കേൾക്കാം, സംസാരിക്കാം, രുചിക്കാം, തൊടാം, ഒക്കെ അറിയാം. അതിലുള്ള 3 പത്നിമാർ എന്ന് പറയുന്നത് നമ്മുടെ സത്വരജസ്തമോ ഗുണങ്ങളാണ്. 4 മക്കൾ എന്ന് പറയുന്നത് വിശ്വൻ, പ്രാജ്ഞൻ, തൈജസൻ, തുരീയൻ എന്ന രാമൻ തുരീയനാണ്. തുരീയന് മാത്രമേ ആരെ കിട്ടുള്ളൂ? ബ്രഹ്മവിദ്യയായ സീതയെ കിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഈ അർത്ഥം പറഞ്ഞ് ആത്മീയ തലത്തിൽ പോകുന്നത്. ഇത് ലിംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനത്തെ കഥകളിൽ ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം, ഈ രീതിയിൽ കൂടിയുള്ള രാമായണത്തിൻ്റെ ജ്ഞാനാനന്ദ സരസ്വതികൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജിജ്ഞാസ വളർത്തും. അതിന് ഇത്തരം വേദികൾ വെച്ചതിന് ഞാൻ അദ്ദേഹത്തെ വീണ്ടും പ്രണമിക്കുകയാണ് ചെയ്യുന്നത്. വലിയൊരു വേദിയാണ് നമുക്ക് തുറന്നു കിട്ടിയത്. കുറച്ച് മുമ്പേ മുഹമ്മദ് സാറ് കാണിച്ചതൊക്കെ നമ്മളെ വളരെയധികം നമുക്ക് ദൃശ്യമായിട്ട് കിട്ടിയതൊക്കെ, എന്തൊക്കെ പറഞ്ഞു, സുപ്രീം കോടതിയിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് അവിടെ കണ്ടത്. അപ്പം ഇങ്ങനെ വേണം ഈ രാമായണത്തെ നമ്മൾ സമീപിക്കാൻ. അതുമാത്രമല്ല, രാമായണത്തെ മാത്രമല്ല എല്ലാ വൈദിക കൃതികളെയും ഈ രീതിയിൽ വേണം നമ്മൾ വായിച്ച് മനസ്സിലാക്കി അർത്ഥമെടുക്കുക. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ മോഡേൺ സയൻസ് എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് കൂടി നമ്മൾ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ കടന്നു പോവാം. എനിക്കത് വിട്ടുകളയാൻ പറ്റില്ല. മോഡേൺ സയൻസിലെ ഫിസിക്സിലെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന തലത്തിൽ കഴിഞ്ഞ 25 അവാർഡ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് എല്ലാ വസ്തുക്കളിലും സബറ്റോമിക് തലത്തിൽ കണങ്ങളൊന്നുമില്ല, വെറും ഫ്രീക്വൻസികളാണ് നിൽക്കുന്നത്. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നാദത്തിൻ്റെ അടുത്ത്, ചില മ്യൂസിക്കൽ നോട്ട്സിൻ്റെ അടുത്ത് വരുന്ന ഫ്രീക്വൻസികളാണ്. എന്ന് പറഞ്ഞാൽ നാദബ്രഹ്മത്തിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ ഉണ്ടായെന്നുള്ള വേദാന്ത പ്രിൻസിപ്പിളിൻ്റെ അടുത്ത് ചെന്ന് നിർത്താനാണ് നോബൽ പ്രൈസ് കൊടുത്തത്. ഈ കാണുന്നത്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് മുഴുവൻ മായയാണ്, അത് അപ്പിയറൻസ് മാത്രമാണ്, നിങ്ങളുടെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും കൂടി ചെയ്യുന്ന ചിത്രങ്ങൾ മാത്രമാണ്, ഇതല്ല യാഥാർത്ഥ്യം എന്ന് തെളിയിച്ചതിനാണ് 2022 മായ കോൺസെപ്റ്റിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്, മെക്കാനിക്കൽ. അപ്പോൾ വേദാന്തത്തിൻ്റെ, ഭാരതീയ ദർശനത്തിൻ്റെ സോപാനത്തിൽ എന്ന് മുട്ടുകുത്തി നമസ്കരിച്ചിരിക്കുകയാണ് ക്വാണ്ടം മെക്കാനിക്സ്. അതുപോലെ തന്നെ നമ്മൾ ഒരു സാക്ഷിഭാവത്തിൽ പറയുന്നുണ്ട് വേദാന്തത്തിൽ. നമ്മൾ
ഒബ്സേർവ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഫോട്ടോണൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അതുവരെ അത് തരംഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ നമ്മളതിനെ ഒബ്സേർവ് ചെയ്യുന്നു, ഈ ഒബ്സേർവ് ചെയ്യുമ്പോൾ മാത്രമേ അത് കണമാവുന്നുള്ളൂ എന്നാണ് അവർ കാണുന്നത്. അപ്പോൾ സാക്ഷീഭാവത്തിലുള്ള ആ വേദാന്ത തത്വം കൂടി അവിടെ അവർ തെളിയിച്ചു കഴിഞ്ഞു. ഇതൊക്കെ ആവാം സേണിൻ്റെ മുറ്റത്ത്. സേൺ അറിയാലോ, യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പരീക്ഷണശാലയാണ്. ഗോഡ്സോൺ ഇത് കണ്ടുപിടിച്ച പരീക്ഷണശാലയാണ്. അവിടെ ഇന്ന് 6 അടി ഉയരത്തിലുള്ള നടരാജ വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത്. നടരാജ വിഗ്രഹത്തിൻ്റെ തത്വത്തിൽ നിന്നാണ് അവർക്ക് ന്യൂട്രീനോ എന്ന കണത്തിനെയും പിന്നീട് ഹിഗ്സ് ബോസോൺ എന്ന കണത്തിനെയും കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പം ഇത്രയും അടുത്ത് നിൽക്കുന്ന വൈദിക പാരമ്പര്യമുള്ള ഭാരതത്തിലെ കേരളത്തിൽ ജനിച്ച നമ്മൾ ഇപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല എന്ന് പറഞ്ഞാൽ വാത്മീകി രാമായണത്തിൽ ഇങ്ങനെയുള്ള കേരളത്തെക്കുറിച്ച് വല്ല പരാമർശവുമുണ്ടോ? വാത്മീകി രാമായണത്തിൽ വേണം. വേറെ ഏതെങ്കിലും രാമായണത്തിൽ കിട്ടിയാലോ, വേറെ ഏതെങ്കിലും കഥകൾ കേട്ടാലോ, വേറെ ഏതെങ്കിലും പുരാണങ്ങൾ പറഞ്ഞാലോ ഒന്നും പോരാ. നമുക്കിത് ശക്തമായിട്ട് തെളിയിക്കണമെങ്കിൽ നേരത്തെ ജോഗ്രഫിക്കൽ എക്സ്കവേഷൻ നടത്തിയതുപോലെ, മണ്ണ് പരിശോധിക്കുന്നത് പോലെ വാത്മീകി രാമായണത്തിൽ കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അന്ന് കേരളം ഉണ്ടായിരുന്നോ? നമുക്കറിയില്ല. അതാണ് സ്വാമിജി എനിക്ക് തന്ന ഉത്തരവാദിത്തം. ഞാൻ ആ ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ സഹായം കൂടി ഞാൻ തേടിയിട്ടുണ്ട്. വാത്മീകി രാമായണത്തിലെ കേരളത്തെ പറ്റിയുള്ള പരാമർശം അടുത്ത സ്ലൈഡിൽ നമ്മുടെ ഹെഡിങ് അതാണ്. ഇത് പ്രൂവ് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. രാമായണത്തിൽ വാത്മീകിക്ക് കേരളത്തെ പറ്റി അറിയാം. രാമായണത്തിലെ ചില കഥാപാത്രങ്ങളെ കൊണ്ട് കേരളത്തിൻ്റെ ഭാഗത്തു കൂടെ പോയിട്ടുണ്ട്. അന്ന് സമുദ്രം ഇത്ര അടുത്തോ അകലെയൊന്നല്ല, കുറേ കൂടി ഇങ്ങോട്ട് കയറിയിട്ടാണ് പിന്നീട് വിട്ടുപോയുള്ളതാണ്. അപ്പം അങ്ങനെ കിടക്കുന്ന ഈ കേരളത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കേരളം എന്ന വാക്കെന്നുണ്ടോയെന്നറിയില്ല, വല്ലതും വാത്മീകി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ചതാണ്. അതിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ 3 പാഠഭേദം വാത്മീകി രാമായണത്തിലുണ്ട്. ഇദ്ദേഹം പറഞ്ഞതുപോലെ, നമ്മുടെ കൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ 3 അതായത് ഒന്നിൽ നോക്കുമ്പോൾ ഈ ശ്ലോകം കാണില്ല. അപ്പോൾ ശ്ലോകത്തിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ സ്വയം രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാരണം ചില രാമായണങ്ങൾ ഇപ്പോൾ പറഞ്ഞു, ഗുജറാത്തിൽ ഒരെണ്ണം എഴുതി, കൽക്കട്ടയിൽ ഒരെണ്ണം എഴുതി, വേറൊരു അങ്ങനെ 3 തലത്തിലായിട്ട് 3 ഇതൊക്കെ വാത്മീകി ശിഷ്യന്മാർ പ്രചരിപ്പിച്ചതായിരിക്കും. അപ്പോൾ അതൊന്നും പോരാ. അപ്പോൾ വിവിധ പാഠഭേദങ്ങളുണ്ട്, അതിൽ നമുക്ക് മുഴുവൻ കാണാൻ കഴിയില്ല. സദേൺ സെർച്ച് പാർട്ടിയാണ് സെൻട്രൽ തിസീസ് എന്ന് പറഞ്ഞാൽ കിഷ്കിന്ധാകാന്ഡത്തിൽ അംഗദന്റെ നേതൃത്വത്തിൽ തെക്കോട്ട് പോയ ടീമിനോട് സുഗ്രീവൻ ഉപദേശിക്കുന്ന ഭാഗത്ത് നമ്മുടെ കേരളത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തെ പറ്റി പ്രതിപാദ്യമുണ്ട്. അവിടെ മാത്രമേ അങ്ങനെ ഒരു പ്രതിപാദ്യം നമ്മൾ കണ്ടിട്ടുള്ളൂ. പാണ്ഡ്യ ചോള കേരള ദേശം എന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഓരോന്നും ഏത് സർഗത്തിൽ എവിടെ പറഞ്ഞിരിക്കണമെന്ന് കൂടി പരിശോധിക്കും. കേരളം എന്ന വാക്ക് വാത്മീകി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പരശുരാമനൊക്കെയുള്ള സമയമാണ്, അന്ന് കേരളം ഉണ്ടായി കാണും. ഒരു പക്ഷേ അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചു കാണും. അന്ന് ഈ സൈസായിരിക്കില്ല കേരളത്തിൻ്റെ ഭൂപ്രദേശം. ചേരരാജാക്കന്മാർ ഭരിച്ചിരുന്ന മലയപർവ്വതത്തിൻ്റെ താഴ്വാരം മലയാളം, ആ വാക്കുകൂടി നമ്മൾ ഓർമ്മിക്കണം. മല പ്ലസ് അളം ആണ് മലയാളം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മല പ്ലസ് അളം മലയാളം എന്നേ ഉള്ളൂ. കേര പ്ലസ് അളം, ഇതിൻ്റെ നാട്, അളച്ച നാട്, ഭൂപ്രദേശം, വാസഭൂമി എന്നൊക്കെ അർത്ഥം. അപ്പൊ കേരളം എന്ന് പറയുന്നത് പോലെ തന്നെ മലയാളം എന്ന് പറയണമെങ്കിൽ മലയപർവ്വതത്തിന്റെ ചോട്ടിലുള്ള സ്ഥലമായിരുന്നു അന്നത്തെ മലയാളം. അതുകൂടി നമ്മൾക്ക് ആഡഡ് ഇതാണ്, ഇൻഫർമേഷനാണ്. അപ്പോൾ സഹ്യപർവ്വതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മലയപർവ്വതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പമ്പയെക്കുറിച്ച് പറയുന്നുണ്ട്, മഹേന്ദ്രപർവ്വതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, തെക്കൻ സമുദ്രതീരത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഇത്രയും ജോഗ്രഫിക്കൽ എവിഡൻസേ എനിക്ക് വാൽമീകി രാമായണത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അടുത്ത നെക്സ്റ്റ് ലൈൻ ഇതാ. കേരളം ചൈവ ചോളാംശ പാണ്ഡ്യാനാംശ നഗാരി.
അത് കിഷ്കിന്ധാകാന്ഡത്തിലെ 41-ാമത്തെ സർഗത്തിലാണ് പറയുന്നത്. ഇത് തന്നെ ഇവിടെ രാമായണം പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അവിടെ വാൽമീകി രാമായണം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനതൊന്ന് പരിശോധിച്ചപ്പോൾ ഇതിങ്ങനെയല്ല എഴുതിയിട്ടിരിക്കുന്നത്, ചോളാംശ പാണ്ഡ്യാനാംശ കേരളാൻ എന്നാണ് അവിടുത്തെ തിരിച്ചാ പറഞ്ഞിരിക്കുന്നത് അതിൽ. അപ്പം ഇങ്ങനെ പാഠഭേദങ്ങളിൽ വ്യത്യസ്ത ഭാവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 2 രാമായണത്തിൽ ഇങ്ങനെയെങ്കിലും ഉണ്ടല്ലോ, അതൊരു ഉറപ്പായിട്ട് നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും വാൽമീകിക്ക് അല്ലെങ്കിൽ സുഗ്രീവൻ ചാര കാട്ടിലെ കുരങ്ങന്മാരുടെ രാജാവാണ്. അപ്പോൾ വാനരനായിരിക്കുന്ന രാജാവിന് പോലും ഇത് അറിയുമെങ്കിൽ അന്നത്തെ രാജകുമാരന്മാരുടെയും മഹർഷിമാരുടെയൊക്കെ അറിവെന്തായിരിക്കും അല്ലേ? അപ്പോൾ അത് വാൽമീകി പറയിപ്പിച്ചതാണ് ഒരു വാനരനെ കൊണ്ട്. അപ്പോൾ കേരളം എന്ന ദേശത്തെക്കുറിച്ച് അവിടെ ഉണ്ട്. ദിസ് ഷോസ് they were moving southern west directions towards western Ghat. ആ ടീം എങ്ങോട്ടാണ് നീങ്ങുന്നത്? നേരത്തെ പറഞ്ഞ ഹംപി എന്ന് പറഞ്ഞ കർണാടകയുടെ ആ ഭാഗത്താണ് കിഷ്കിന്ധ. അവിടെ നിന്ന് സൗത്ത് വെസ്റ്റിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും. കാരണം ചോളവും പാണ്ഡ്യവും വേറെ സ്ഥലത്തല്ല, തമിഴ്നാട്ടിലാണ്, നമുക്കറിയാം, പ്രശസ്തമാണത്. ചോളന്മാരും പാണ്ഡ്യന്മാരും തമിഴ്നാട്ടിലാണ്. അപ്പോൾ തമിഴ്നാട് കഴിഞ്ഞിട്ട് തന്നെയാണ് കേരളം, ആ ഭാഗത്ത് തന്നെയാണ് കേരളം എന്ന് വരുന്നു. അത് ഭൂപ്രകൃതി അനുസരിച്ചിട്ട് നമ്മുടെ നാട് തന്നെ ആവാനാണ് സാധ്യത, അതിന് വേറെ തർക്കമൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. സുഗ്രീവാസ് ഇൻസ്ട്രക്ഷൻസ് ടു ദി സദേൺ ടീം ലെഡ് ബൈ അംഗദ ആൻഡ് ഹനുമാൻ. ഇനി നമ്മൾ ഓരോന്നും പരിശോധിക്കുകയാണ്. ഈ കേരളം പറഞ്ഞതും പാണ്ഡ്യം പറഞ്ഞതൊക്കെ ഇതിനപ്പുറത്ത് എന്തെങ്കിലും തെളിവുണ്ടോ? ഇപ്പോൾ 2 നഗരങ്ങളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. 2 നഗരങ്ങളുടെ പേര് പറഞ്ഞാൽ അതൊക്കെ മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ഇത്രയും കൊല്ലമായില്ലേ. മറ്റെന്തെങ്കിലും ഉപോത്ബലകമായിട്ടുള്ള തെളിവുണ്ടോ? നമ്മൾ വാൽമീകി രാമായണത്തിലാണ് കേട്ടോ നോക്കുന്നത്, വേറെ ഒന്നും നമ്മൾ സ്പർശിക്കുന്നില്ല. ഇതാ, ദക്ഷിണാം ദിശമാശ്രിത്യ വിന്ധ്യം ചാവി നഗോത്തമം സഹ്യം ച മലയം ചൈവ മാഹേന്ദ്രം ച മഹാഗിരിയും. എല്ലാ പർവ്വതങ്ങളുടെ പേരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. തെക്ക് ദിക്കിൽ പോകുമ്പോൾ ശ്രേഷ്ഠമായ വിന്ധ്യാചലവും തുടർന്ന് സഹ്യനും മലയപർവ്വതും മഹേന്ദ്രഗിരിയും കാണാം. ഈ മലയാളം എന്ന വാക്ക് മലയ പ്ലസ് അളം, അത് വാലി ലാൻഡ് ഓഫ് മൗണ്ടൻ, മലയ മൗണ്ടൻ തന്നെയാണ്. ആ വാക്ക്, ആ ഭാഷയ്ക്ക് ആ പേര് വന്നത് ഈ മലയപർവ്വതത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലം തന്നെയാണ് അവിടെ വീണ്ടും പരാമർശിച്ചിരിക്കുന്നത്. കേരളത്തെക്കുറിച്ച് ആർക്കറിയാം? നമുക്ക് വാൽമീകി അറിയാം, വാൽമീകി രാമായണത്തിൽ ഇല്ല എന്നാണ് സ്വാമിജി പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്നെ വിളിച്ചു, പിന്നെ സംസാരമധ്യേ പറഞ്ഞു, അതേ ഇത്രയും റിസർച്ച് റെക്കോർഡ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് രാമായണത്തെക്കുറിച്ചിട്ട്, അതിലൊന്നും കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തൊക്കെയുണ്ട് കേരളത്തിൽ? വാൽമീകി ആശ്രമം ഇവിടെ ഉണ്ട് വയനാട്ടിൽ, സീതാ ലവകുശന്മാരുടെ ക്ഷേത്രമുണ്ട്, ഇവിടെ വന്ന ജടായു പാറയുണ്ട്, അങ്ങനെ എന്തൊക്കെ മോണ്യുമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ കുറച്ചു മുമ്പേ പ്രസംഗിച്ച എൻ്റെ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ എല്ലാം വിശദമായി പറഞ്ഞു. ഇവിടെയുള്ള ഓരോ ക്ഷേത്രങ്ങളെയും ഓരോ പാരമ്പര്യങ്ങളും വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പോലും നമ്മുടെ റെക്കോർഡ്സിൽ, ഇന്ത്യൻ ഗവൺമെൻറ് സൂക്ഷിച്ച റെക്കോർഡ്സിൽ എന്താണ് കേരളത്തെക്കുറിച്ച് ഇല്ലാത്തത് എന്നാണ് അദ്ദേഹത്തെ അതിശയിപ്പിച്ചത്. ആ ഉത്തരവാദിത്തത്തിൻ്റെ മറുപടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ദിക്കിലേക്ക് പോകുമ്പോൾ അവിടെ സഹ്യൻ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ വടക്കും മധ്യഭാഗവും ചേർന്ന പർവ്വതനിരയാണ്. അപ്പോൾ ആ ഭാഗമൊക്കെ പണ്ട് തമിഴ്നാടും കർണാടകവും ആയിരുന്നിരിക്കണം. അതായത് കണ്ണൂർ, കാസർഗോഡ് ഇങ്ങോട്ടുള്ളത് കർണാടകത്തിൻ്റെ ഭാഗവും, പാലക്കാട്, വയനാട് ഈ ഭാഗങ്ങളൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു അന്ന്. അവിടെ നിങ്ങോട്ടുള്ള ഭാഗം മാത്രമാണ് മലയപർവ്വതത്തിൻ്റെ ഭാഗമായിട്ട് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അത് വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. നമുക്ക് മലയാളം എന്ന പേരും കൂടിയുണ്ട്, അവിടെ കിട്ടിക്കഴിഞ്ഞു മലയപർവ്വതത്താണ്. നെക്സ്റ്റ് പ്ലീസ്. അതാ വീണ്ടും ഭൂപ്രകൃതിയെ അവിടെ വർണ്ണിക്കുകയാണ് അദ്ദേഹം. മലയപർവ്വതത്തെ വിട്ട് കളഞ്ഞിട്ടില്ല, കാരണം ഞാനും വിടാൻ തയ്യാറല്ല. നമുക്ക് കയ്യിലുള്ള കീ പർവ്വതം മലയപർവ്വതമാണ്, കാരണം നമ്മുടെ പേര് മലയാളം എന്ന് പറഞ്ഞത് അവിടെ നിന്നാണ്. നോക്കൂ, തഥാ ചന്ദന സംകാശം, ചന്ദനമരങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്, അതിൻ്റെ സൗഗന്ധമുള്ളത്, അതാൽ ശോഭിക്കപ്പെട്ടത്. ചന്ദന സംകാശം മലയം നാമ പർവ്വതം, വേറൊന്നുമല്ല, സഹ്യനൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് അവിടെ. ഈ മലയപർവ്വതം അന്നത്തെ കേരളം ഇവിടെ തന്നെയാണ്, മലയപർവ്വതത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മലയം നാമപർവ്വതം ആഗഭ്യ വിവിധൈ പുഷ്പൈ, പലതരത്തിലുള്ള പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നെയോ ഫലൈശാഭി സുപൂജിതം, ഫലങ്ങളെ കൊണ്ടും, ആ താഴ്വാരം ചന്ദനമരങ്ങളെ കൊണ്ടും വിവിധതരം ഫലങ്ങളെ കൊണ്ടും വിവിധതരം പൂക്കളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന മലയപർവ്വതം എന്ന് സുഗ്രീവൻ അംഗദനോട് പറഞ്ഞ് അടയാളം കൊടുക്കുകയാണ്. ഈ ആ പർവ്വതത്തെ തിരിച്ചറിയാൻ അവിടുന്നും തെക്കോട്ട് പോകണം, അവിടുന്നും തെക്കോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം എവിടെ വരും ഈ മലയപർവ്വതമൊക്കെ?
ഇന്നിപ്പോൾ ഇടുക്കിയുടെയും അഗസ്ത്യപർവ്വതത്തിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ്. അഗസ്ത്യപർവ്വതവും ചന്ദനമരങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ്. അതായിരിക്കണം ഈ രാമൽക്കൽ മേടിൽ നിന്ന് നോക്കിയപ്പോൾ നേരത്തെ കണ്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. ഇടുക്കിയിലത്തെ രാമൽക്കൽ മേടിൽ നോക്കിയാൽ രാമേശ്വരം കാണാത്രേ. അതിനെ ഒരു മേഘമല എന്ന് പറഞ്ഞൊരു മലയുടെ തടസ്സം മാത്രമേ ഉള്ളൂ. മേഘമല എന്ന് പറഞ്ഞൊരു മല ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ തടസ്സം കൊണ്ട് കിട്ടിയില്ലെങ്കിലും നമുക്ക് രാമേശ്വരം വരെ കാണാം അവിടെ നോക്കിയപ്പോൾ. അതുകൊണ്ട് അതിന് രാമൽക്കൽ മേട് എന്നാണ് ഇന്നും പറയപ്പെടുന്നത്. അഗസ്ത്യമല റീജിയനായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ മലയപർവ്വതത്തിൻ്റെ പ്രത്യേകതകളും നമുക്ക് പറഞ്ഞു വന്നപ്പോൾ തെറ്റാൻ വഴിയില്ല. ഈ നമ്മുടെ ബോർഡറിലുള്ള നമ്മുടെ മലയപർവ്വതം തന്നെയാണത്. നെക്സ്റ്റ് പ്ലീസ്. അടുത്ത ഇത് ഇനിയുള്ളത് അവിടെ വെച്ച് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ടെന്നറിയോ? ഏകദേശം ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം വരുന്ന ഭാഗമാണത്. ഇവിടെ വാനരന്മാർ പുറപ്പെട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങതിൻ്റെ കീഴിലുള്ള ആൾക്കാർ മലയപർവ്വതത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവർ സമ്പാദിയെ കണ്ടുമുട്ടുന്ന ഭാഗമാണ്. അപ്പോൾ ഈ മലയപർവ്വതത്തിൻ്റെ ആ ഭാഗത്തിന് തെക്കോട്ട് പോകുമ്പോൾ അവിടെ എവിടെയുള്ള ഒരു ഗുഹയിൽ വെച്ചിട്ടാണ് സമ്പാദിയെ കണ്ടുമുട്ടുന്നത്. ഇവർ ക്ഷീണിച്ച അവശരായിട്ട് ഇവർ മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. എല്ലാവരും വിരിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ ഇനി ജീവത്യാഗം ചെയ്യുകയാണ്, എവിടെ എത്തുന്നില്ല, പർവ്വതനിര അവസാനിക്കുന്നില്ല. അങ്ങനെ കിടന്നപ്പോഴാണ് സമ്പാദി വരുന്നത്. സമ്പാദി പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇത്രയും വൃദ്ധനായി പറക്കാൻ കഴിയുന്നില്ല, ഇതാ ലക്ഷക്കണക്കിന് വാനരന്മാരെ എനിക്ക് എന്നും ഭക്ഷിക്കാൻ വേണ്ടി ദൈവം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം എന്ന് പറയുമ്പോൾ വാനരന്മാരിൽ ഒരാൾ പറയണോ, അതാ വരുന്നു ഒരു പക്ഷിരൂപം, ഇത് ജഡായുവിനെ പോലെ ഉണ്ടല്ലോ എന്നോ മറ്റോ പറഞ്ഞപ്പോൾ ഈ ജഡായു ശബ്ദം കേട്ട ഉടനെ സമ്പാദി അവരോട് കഥകളൊക്കെ തിരക്കുകയാണ്. എൻ്റെ ജ്യേഷ്ഠനാണ് ജഡായു. ഈ ഒരു സാധ്യത സമുദ്രം സമാസാധ്യ, അവർ സമുദ്രത്തിൻ്റെ അടുത്തെത്തി. വിന്ധ്യസ്യ ശിഖരേ, ഇവിടെ വിന്ധ്യ എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. വിന്ധ്യ എന്നുള്ളതിന് ഒന്ന് പർവ്വതത്തിൻ്റെ പേര് തന്നെയുണ്ട്. സഹ്യൻ തുടങ്ങുന്ന ആ ഭാഗത്ത് വടക്ക് ഭാഗത്ത് അവിടെ വിന്ധ്യപർവ്വതം ഉണ്ടൊന്ന്, കർണാടകയുടെയൊക്കെ ആ ബോർഡറിൽ. വിന്ധ്യയ്ക്ക് കാട്ടാളൻ, വേടൻ എന്നൊക്കെ അർത്ഥമുണ്ട് ഒരു വാക്കിന്. വിന്ധ്യയ്ക്ക് ചെറിയ പർവ്വതം, ചെറിയ കുന്ന് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതെയാണ് എടുക്കാൻ കഴിയുക. കുന്ന് എന്ന അർത്ഥത്തിലെടുത്താൽ ഈ ഭാഗത്ത് സഹ്യനിൽ വേറെ വിന്ധ്യനൊന്നുമില്ല. സഹ്യനിൽ വിന്ധ്യസ്യ ശിഖരേ, ഒരു പർവ്വത ശിഖരത്തിൽ തത്ര വൃദ്ധം ഗൃദ്ധരാജം സമ്പാദിം നാമദൃഷു, വൃദ്ധനായിരിക്കുന്ന കഴുകരാജാവായ ഗൃദ്ധരാജൻ എന്ന് പറഞ്ഞാൽ കഴുകരാജാവായിരിക്കുന്ന സമ്പാദിയെ കണ്ടുമുട്ടുകയാണ് അവരവിടെ വെച്ചിട്ട്. അത് മതി നമുക്ക്. സമ്പാദിയെ അപ്പോൾ കണ്ടുമുട്ടിയത് എവിടെയാവാം? ഇവിടെ നിന്നിട്ട് നോക്കുന്ന സമുദ്രം ഏതാവാം? അടുത്ത് കിടക്കുന്ന അറബിക്കടലാവാനാണ് സാധ്യത. കാരണം അവർ തെക്കോട്ട് എത്തിയിട്ടില്ല മുഴുവനായിട്ടും. അപ്പോൾ ആ തെക്കോട്ട് എത്തുന്നതിന് മുമ്പ് കുറച്ചടുത്ത് കാണുന്ന സമുദ്രപർവ്വതത്തിൻ്റെ അടുത്ത് എവിടെയോ ഉള്ളൊരു ശിഖരത്തിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഊഹം എന്താ വെച്ചാൽ, ഇവിടെ ജഡായു വരാൻ ഒരു സാധ്യതയില്ല. ജഡായുമംഗലം എന്ന് പറഞ്ഞ പർവ്വതത്തിൽ ജഡായു വരാൻ ഒരു സാധ്യതയില്ല. ജഡായുവിനെ അവർ അവിടെ വെച്ചിട്ടാണ് മോക്ഷം കൊടുക്കുന്നത്. ഈ വാനരന്മാരെ കാണുന്നതിന് മുമ്പാണ് രാമൻ ജഡായുവിന് മോക്ഷം കൊടുക്കുന്നത്. അപ്പോൾ ജഡായു ഒരു കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്ന് വീഴാൻ സാധ്യതയില്ല. ജഡായുവിന് മോക്ഷം കൊടുക്കുന്നത് കിഷ്കിന്ധയിൽ വെച്ചിട്ടാണ്. കിഷ്കിന്ധയിൽ വാനരന്മാരെ കാണുന്നതിന് മുമ്പാണ്, സുഗ്രീവ സഖ്യത്തിന് മുമ്പാണ്. അപ്പോൾ ഇവിടെ വീണത് സമ്പാദി തന്നെ ആവാനാണ് സാധ്യത. അത് പിന്നീട് ചരിത്രകാരന്മാർക്കോ ഐതിഹ്യം എഴുതിയ ആൾക്കാർക്കോ കഥ പറഞ്ഞവർക്കോ കാരണവന്മാർക്കോ പ്രസിദ്ധനായിട്ടുള്ള പേര് ജഡായുവിൻ്റെ ആയതുകൊണ്ട് തെറ്റിപ്പോയതാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സ്വാമിജിക്കാണ്. തീർക്കുകയാണെങ്കിൽ അദ്ദേഹം ദൈവം ഈ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ കൂടി ഇത്തരം സദസ്സുകൾക്ക് കഴിയുന്നുണ്ട്. ഐതിഹ്യത്തിലോ അല്ലെങ്കിൽ പാരമ്പര്യത്തിലോ പ്രാചീന കാലഘട്ടത്തിലോ ഒക്കെ ഉണ്ടാവുന്ന ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ ഞാൻ ഉറപ്പ് പറയില്ല. അതിനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ജഡായു ഇവിടെ വീഴാൻ സാധ്യതയില്ല. അത് സമ്പാദ്യത തന്നെ സ്ഥലമാണ്, വീണ സ്ഥലമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ മോക്ഷം കൊടുക്കുന്നു. സമുദ്രത്തിൽ ഇറങ്ങിയിട്ട് അവർ എന്ത് ചെയ്യുന്നു? സമ്പാദിക്ക് വേണ്ട ബലികർമ്മങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. സമുദ്രതീരത്ത് ചെയ്യുന്നു എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയണത്. പക്ഷേ പഞ്ചവടി എന്നുള്ള പ്രയോഗം അധ്യാത്മരാമായണത്തിലുണ്ട്. നമ്മളത് എടുക്കുന്നില്ല. വാൽമീകി രാമായണത്തിൽ സമുദ്രതീരത്ത് ബലികർമ്മങ്ങളൊക്കെ ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് പ്ലീസ്. തദസ്സ മഹേന്ദ്രഗിരി. ഇത് പറയുന്നത് ഹനുമാൻ ലങ്കയിലേക്ക് ചാടാൻ ഒരുങ്ങിയ ഭാഗമാണ്. അപ്പോൾ ഈ സമ്പാദിയെ കണ്ടതിന് ശേഷം ആണ് പറയുന്നത് ഇനിയും തെക്കോട്ട് പോകണം എന്ന് പറഞ്ഞ് വീണ്ടും തെക്കോട്ട് പോകുമ്പോൾ ഈ വെസ്റ്റേൺ ഘട്ടിൻ്റെ
മലയപർവ്വതവും കഴിഞ്ഞ് തെക്കേ അറ്റത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് സമുദ്രതീരത്തിലാണ് ഏതുള്ളത്? മഹേന്ദ്രഗിരി ഇന്നും ഉള്ളത്. ഇത് ആ ഭാഗത്തെ സമുദ്രതീരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അറബിക്കടലും ബേ ഓഫ് ബംഗാൾ ഉൾപ്പെടലും കൂടി യോജിച്ച് കിടക്കുന്ന സ്ഥലമാണ് അവിടെ. അതിൻ്റെ അതിർത്തികളൊക്കെ ഇപ്പോഴാണ് നിശ്ചയിച്ചത്. അന്നത്തെ കാലത്ത് എല്ലാം സമുദ്രതീരം തന്നെയാണ്, തെക്കൻ സമുദ്രം തന്നെയാണ് പറയാം. അപ്പോൾ അറബിക്കടലും ഇതും യോജിച്ച് കിടക്കുന്ന ആ മൂലയിൽ നിൽക്കുന്ന പർവ്വതമാണ് മഹേന്ദ്രഗിരി. വാനരസത്തമനായിട്ടുള്ള ഹനുമാൻ ആരുഹ്യോഹാത് അതിൻ്റെ മുകളിൽ ഓടിക്കേറി. എവിടെ? മഹേന്ദ്രഗിരി. മാരുതിയ തുല്യ വേഗം, ഹനുമാൻ മാരുതിയ തുല്യ വേഗം, കാറ്റ് പോലെ ഓടിക്കേറിയത് കണ്ടപ്പോൾ എന്നിട്ടോ ലങ്കാപ്രതി പ്ലവകസത്തമ, ലങ്കയിലേക്ക് ചാടാൻ ഒരുങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റൂട്ട് ക്ലിയറായി നമുക്ക്. പാണ്ഡ്യ ചോളദേശത്തു നിന്ന് പോന്ന് കേരളം എന്നൊരു സ്ഥലമുണ്ടെന്ന് പറയുന്നു. അവിടെ സഹ്യപർവ്വതമുണ്ട്, മലയപർവ്വതമുണ്ട്. ആ മലയപർവ്വതത്തെ വർണ്ണിക്കുന്നു. മലയപർവ്വതത്തിൽ നിന്ന് കുറച്ചുകൂടി പോകുമ്പോൾ സമ്പാദിയെ കാണുന്നു. സമ്പാദി ബലികർമ്മങ്ങളൊക്കെ ചെയ്തവരെ വീണ്ടും നിങ്ങൾ മുന്നോട്ട് പോകണം, എന്തായാലും ആ രാക്ഷസനെ കൊല്ലണം, എൻ്റെ ജ്യേഷ്ഠനെ കൊന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നത് സമ്പാദിയാണ്. അങ്ങനെ പോയി ആ ദക്ഷിണ സമുദ്രത്തിലെത്തുമ്പോൾ കേരളത്തിൻ്റെ നല്ലൊരു വർണ്ണന, അന്ന് കിട്ടുന്ന കേരളത്തിൻ്റെ നല്ലൊരു വർണ്ണന രാമായണത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് എന്നത് തെളിവ് തന്നെയാണ് ഈ കാണിക്കുന്നത്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇനി ഉള്ളത് പമ്പയാണ്. ഈ പമ്പയെ പറ്റിയുള്ള പരാമർശത്തിൽ ഒരു സംശയമുള്ളത് കൊണ്ടാണ് ഞാനത് അവസാനത്തേക്ക് വെച്ചത്. കാരണം ഈ പമ്പ വേറെ ഏതെങ്കിലും പമ്പ ഉണ്ടോയെന്നറിയണം. ഇത് ശ്രീരാമൻ എന്താ പറയുന്നറിയോ? താം തു ദൃഷ്ട്വാ ശുഭാം രമ്യാം പമ്പാം സൗമിത്രിണാ സഹ. ലക്ഷ്മണന്റെ കൂടെ ശുഭവും രമ്യവും മനോഹരവുമായുള്ള പമ്പയിലെ കണ്ടു, പമ്പാനദിയെ കണ്ടു. ഇത് നദിയാണെങ്കിൽ ഇവിടെയാണ്, അതല്ല സരസ് എന്ന് പറഞ്ഞിട്ട് വല്ലതുണ്ടെങ്കിൽ അവിടെ. കാരണം ഇത് സംഭവിക്കുന്നത് ഈ വാനരന്മാർ പോരുന്നതിന് മുമ്പാണ്. ദക്ഷിണ ദിക്കിലേക്ക് വാനരപ്പട പോരുന്നതിന് എത്രയോ മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്ത് എവിടെയെങ്കിലും ശ്രീരാമനോ ലക്ഷ്മണനോ പമ്പാ സരസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു തെളിവും എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ വരാൻ അവർ സാധ്യതയില്ല, ഈ സമയത്ത് വരാൻ സാധ്യതയില്ല. ശ്ലോകത്തിൻ്റെ നമ്പറിൽ നിന്നാണ് ഞാനിത് ഊഹിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ശ്ലോകങ്ങൾ 1-2 കിഷ്കിന്ധാകാന്ഡം 1-2 സർഗം. നേരത്തെ ശ്ലോകങ്ങളൊക്കെ 40, 41, 42, 56, 57, 66 അപ്പോൾ അവിടെയാണ് അവരിവിടെ എത്തുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് അവരിങ്ങോട്ട് പുറപ്പെട്ടിട്ടില്ല. അതാണ് അതിലെനിക്കൊരു സംശയമുള്ളത്. പമ്പ വേറെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ പമ്പ തീരത്ത് തന്നെയാണ് അവർ ശബരിയെ കാണുന്നത്. ശബരിയുടെ ആതിഥ്യം സ്വീകരിക്കുന്നതൊക്കെ ഇവിടെ വെച്ച് തന്നെയാണ്. നെക്സ്റ്റ് പ്ലീസ്. ഇതാണ് ഗ്രാഫിക്കൽ കൺക്ലൂഷൻ. നമ്മളത് കൺക്ലൂഡ് ചെയ്യണം. ഒരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. വിന്ധ്യ, സഹ്യൻ, മലയാചലം ഇതൊക്കെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളാണ്. 3 വിവിധ ഭാഗങ്ങളാണ്. തെക്കേ അറ്റത്തെ സമുദ്രതീരം, അവിടെ വെച്ച് സമ്പാദി സംഗമം നടക്കുന്നുണ്ട്. പിന്നീടോ മഹേന്ദ്രഗിരി ലങ്കയിലേക്ക് ചാടുന്നു. ഈ പമ്പ മലയാചലത്തിലുള്ളതാണോ നമ്മുടെ പമ്പയാണോ എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. പാണ്ഡ്യ ചോള നഗരം തമിഴ്നാട്ടിലുള്ളതാണ്. അത് കേരളത്തിലേക്കുള്ള വഴി തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ തെളിവുകൾ നമുക്ക് ആവശ്യത്തിൽ ഏറെയായിട്ടുണ്ട്. ഈ പമ്പയുടെ കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയിക്കാൻ ഉള്ളൂ. നെക്സ്റ്റ് പ്ലീസ്. ഇതാണ് ആ റൂട്ട് മാപ്പ്. അവരെവിടുന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്നതിൻ്റെ റൂട്ട് മാപ്പാണത്. ഇവിടെ കേരളത്തിൻ്റെ ബോർഡറിലുള്ള ഇടീസ് സഹ്യപർവ്വതം ഹിയർ. ഈ ബോർഡറാണ് ഇവിടെ. ഇത്രയ്ക്ക് സമുദ്രമൊന്നുമില്ല അന്ന്. സമുദ്രം വാസ് അപ്രോക്സിമേറ്റ്ലി ഹിയർ. So they traveled from Kishkinda, Hampi region, come across Vindhya range, then Sahya range, Malaya range, somewhere here Mahendragiri, where Hanuman leaps to Lanka. ഇത് അവരുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ്. This is the route map of southern team sent by Sugriva. സുഗ്രീവൻ അയച്ച സദേൺ ടീമിൻ്റെ റൂട്ട് മാപ്പാണ് ഇത്. ഇത് എസ്റ്റാബ്ലിഷസ് ദാറ്റ് അവർ ദേ ഹാവ് കം അക്രോസ് കേരള. കേരളത്തെ പറ്റി അവിടെ പരാമർശമുണ്ട്, കേരളത്തെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. കേരളം
രാമായണത്തിലുണ്ട്, നിറഞ്ഞു നിന്ന ഒരു ഭാഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സീതാന്വേഷണം. സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് അവരെ സഹായിച്ച ഭൂവിഭാഗമാണ് സഹ്യനും മലയാചരമൊക്കെ. സോ വി ക്യാൻ ബി പ്രൗഡ് ഓഫ് ദാറ്റ്. നമുക്ക് മലയാളികൾ എന്ന നിലയ്ക്ക് വാത്മീകിക്ക് അറിയാം കേരളമുണ്ട്, കേരള വാസ് ദേർ. And all geographical this shown here was, I mean, everybody can check it out. Only problem is 3 വാത്മീകി രാമായണുണ്ട്. 3 വാത്മീകി രാമായണുണ്ട്. അതിൽ ഞാൻ റെഫർ ചെയ്ത വാത്മീകി രാമായണത്തിൽ ഇതുപോലെ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ 3 വാത്മീകി രാമായണവും റെഫർ ചെയ്യണം. ചെറിയ ചെറിയ പാഠഭേദങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്കിത് തെളിയിക്കാൻ കഴിയും. പിന്നെ രാമായണ കഥ പറയുന്ന സമയത്ത് ഒരു വിമാനത്തെക്കുറിച്ചൊരു സംസാരം ഉണ്ടായി. ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ ക്യൂരിയോസിറ്റി സൈക്കിന് പറയുകയാണ്, അന്ന് പുഷ്പക വിമാനം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഇന്ന് ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള യന്ത്രസാര സർവസ്വം എന്ന ഭരദ്വാജൻ എഴുതിയ ആ മാനുസ്ക്രിപ്റ്റ് അവിടെ ഉണ്ടെന്നും. ഭരദ്വാജൻ ആരാ? വാത്മീകിയുടെ നമ്പർ 1 ശിഷ്യനാണ്. വാത്മീകി ഭരദ്വാജന് രാമായണം ഉപദേശിച്ചതിന് ശേഷമാണ് ലവകുശന്മാർക്ക് ഉപദേശിക്കുന്നത്. അദ്ദേഹം എഴുതിയ യന്ത്രസാര സർവസ്വത്തിലെ 40 അധ്യായങ്ങൾ വിമാനത്തെക്കുറിച്ചാണ്. ഹൗ ക്യാൻ വി മേക്ക് എ എയർക്രാഫ്റ്റ്. അവിടെ 8 ടൈപ്സ് ഓഫ് എയർക്രാഫ്റ്റ്സ് ഹീസ് മെൻഷൻഡ്. 8 തരം വിമാനങ്ങൾ ഉണ്ടാക്കുന്ന രീതി ആ 40 അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. 8 തരം എന്ന് കേട്ടപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിയോ എൻജിൻ പവറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകത എന്നാ വിചാരിക്കുക. അല്ല, 8 തരം ഫ്യൂവൽ ഉപയോഗിച്ചിട്ട്, 8 തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ട് വിമാനം പറപ്പിക്കേണ്ടത് എങ്ങനെയാണ്, ആ വിമാനം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, വിമാനത്തിനെ എങ്ങനെ അദൃശ്യമാക്കാം, ഡിസപ്പിയർ ചെയ്യാം, വിമാനത്തിനെ എങ്ങനെ സ്തംഭിപ്പിക്കാം, അടുത്ത വിമാനത്തിലുള്ള ഒരു സംസാരം എങ്ങനെ ഇവിടെ കേൾക്കാം, ഇതൊക്കെ അതിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. വാത്മീകിയുടെ ശിഷ്യനായിട്ടുള്ള ഭരദ്വാജൻ എഴുതിയ യന്ത്രസാര സർവസ്വം, അത് ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ കാശിയിൽ അവരുടെ ലൈബ്രറിയിലെ മാനുസ്ക്രിപ്റ്റ് ഈസ് അവൈലബിൾ. സത്യമാണത്. അപ്പോൾ അതിനെക്കുറിച്ച് തർക്കമൊന്നും നമുക്കില്ല. അവസാനമായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഹിന്ദു എന്നും കോദണ്ഡം എന്നും പറയുന്ന 2 വാക്കുകളെ കൂടി എനിക്ക് സ്പർശിക്കാനുണ്ട്. ഹിന്ദു എന്ന് പറയുമ്പോൾ നമ്മുടെ ധാരണ സിന്ധു നദീതട പർവ്വതത്തിൻ്റെ ഭാഗത്തുള്ള ആ സംസ്കാരത്തിന് പേർഷ്യനോ അറേബ്യനോ വന്ന ഒരു സഞ്ചാരി ഇട്ട പേര് തെറ്റി വിളിച്ചതാണ്. അങ്ങനെ തെറ്റി വിളിക്കാനൊന്നും പറ്റില്ല. ഹിന്ദു എന്ന പേര് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി രചിച്ച ഋഗ്വേദത്തിൻ്റെ ആഗമത്തിലുണ്ട്. അത് നമുക്ക് കടമെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവരെന്തിനാണ് സിന്ധുവിനെ ഹിന്ദു എന്ന് പറയണത്? ഇപ്പം നമ്മൾ കർണാടകയിൽ നോക്കൂ, പാ എന്നുള്ളതൊക്കെ ഹാ എന്നാ പറയാം. പുളി എന്നുള്ളതിനെ അവർ ഹുളി എന്ന് പറയും. പോവുക എന്നുള്ളതിനെ അവർ ഹോകുക എന്ന് പറയും. പാലക്കാട് എന്നുള്ളതിനെ അവർ ഹോലക്കാട് എന്ന് പറയും. ഇപ്പം സ്ഥലത്തിൻ്റെ പേര് ആര് പറഞ്ഞാലും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പം ഈ പേർഷ്യയിലത്തെ അന്ന് നിലനിന്ന സൗരാഷ്ട്രക്കാരുടെ ഭാഷയിൽ സാ ശബ്ദത്തിനും സംസ്കൃതത്തിലെ ഭാഷയിലും ചില സാ എന്നുള്ളതിന് പകരം അവർ ഹാ ഉപയോഗിച്ചിരുന്നു. അത് ചില വാക്കുകളുടെയാണ്, അല്ലാതെ സ്ഥലപ്പേരുകളിലല്ല. അവർ അവന്ത മസ്ത അവരുടെ ദിവ്യഗ്രന്ഥത്തിൻ്റെ പേരാണ്. മസ്ത എന്ന് പറയുന്നില്ലേ, സാ പറയുന്നില്ലേ? എല്ലാ ഭാഷയിലും അവരെ കാര്യം പറയും. ഇപ്പം പേര്, സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ ഇതിനൊരു സാ പറയാം. അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള പ്രചാരണമാണ്, നമ്മളെ താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെ തെറ്റിദ്ധരിച്ച ഉച്ചാരണ പെശക് വന്ന ഭാഗമൊന്നുമല്ല ഹിന്ദു. ഇത് ഹിന്ദു ഹിംസ ദൂയതേ ഇത് ഹിന്ദു ഹിതകാരിത്വേന വർത്തമാൻ ഇത് ഹിന്ദു, എങ്ങനെ കുറേ അർത്ഥങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് സംസ്കൃത പുസ്തകത്തിൽ. അതിനുപരി ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ആദ്യമായിട്ട് ഋഗ്വേദത്തിന് എഴുതിയ ആഗമത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് കോദണ്ഡമാണ്. കോദണ്ഡം നമുക്കറിയാം ശ്രീരാമൻ്റെ വില്ലാണ്. ആ വില്ലുപയോഗിച്ചിട്ടാണ് അദ്ദേഹം വൈഷ്ണവജാപവും ശൈവജാപവും ഒടിച്ചിരിക്കുന്നത്. വീണ്ടും ആത്മീയ തലത്തിൽ എന്തിനാണ് ശ്രീകൃഷ്ണൻ വില്ലുപയോഗിച്ചിട്ട് വെറുതെ ശൈവജാപവും വൈഷ്ണവജാപവും ഒക്കെ പരശുരാമൻ്റെ ഒന്നും വാങ്ങിച്ച് ഒടിക്കുന്നത്? അതിലെ ആത്മീയ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇടയും പിങ്കളയും നിയന്ത്രിച്ചതാണത്. വൈഷ്ണവജാപവും ശൈവജാപവും ഒടിക്കുക എന്ന് പറഞ്ഞാൽ ഇടയും പിങ്കളിയും കഴിഞ്ഞ് നമ്മൾ സുഷുമ്നയിലേക്ക് കയറുകയാണ് ഒഴിവാക്കിയിട്ട്. അങ്ങനെ കയറുമ്പോൾ മാത്രമേ ബ്രഹ്മവിദ്യ ആയിട്ടുള്ള സീതയെ കിട്ടൂ. സീത ബ്രഹ്മവിദ്യ.
ആ ഒരു രഹസ്യമാണ് അതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പരശുരാമൻ കൊണ്ടേ കൊടുക്കുകയാണ്, നീ നിൻ്റെ പിങ്കള മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, ഇടയും കൂടിയും കളയണം എന്ന് പറഞ്ഞ് വൈഷ്ണവശാപം കൊണ്ടേ കൊടുക്കുകയാണ്. അല്ലാതെ ഇതൊരു പോരാട്ടമൊന്നുമല്ല, അതൊരു തമ്മിൽ തർക്കമൊന്നുമല്ല, വഴക്കൊന്നുമല്ല. അവിടെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ചെയ്യുന്ന പോലെ വേണം ആത്മീയ അർത്ഥത്തിലേക്കാണ്. അത്രയും വിശുദ്ധമാണ്, അത്രയും ആകർഷണീയമാണ്. വാത്മീകി ഒരു ഋഷിയാണ്. എന്താണ് ഋഷിയും ശാസ്ത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസം? ശാസ്ത്രജ്ഞനും ഋഷിയും തമ്മിൽ എന്താ വ്യത്യാസം? ഇതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സയൻറ്റിസ്റ്റ് ആൻഡ് ഋഷി? ഒരു സയൻറ്റിസ്റ്റിന് നമുക്കൊക്കെ എന്തേ ഉള്ളൂ, 8 ഡയമെൻഷൻസിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഋഷി 10ഉം 12ഉം ഡയമെൻഷൻസിലാണ് ജീവിക്കുന്നത്. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അവർക്ക് ടൈം സ്പേസ് ഇല്ല, അതിൻ്റെ അപ്പുറത്ത് ഏതൊക്കെയോ അറിയുന്ന 3-4 ഇതില്ല. 14 ഡയമെൻഷനിലാണ് രാമൻ ജീവിച്ചിരുന്നത്, 16 ഡയമെൻഷനിലാണ് കൃഷ്ണൻ ജീവിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഡയമെൻഷൻസ് കൂട്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണം അത്. അതിന് വേണ്ടിയിട്ടുള്ള വിദ്യയാണ് രാമായണത്തിലും ഭാഗവതത്തിലും വേദത്തിലും ഉപനിഷത്തിലൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ മരിച്ചാൽ എന്ത് പറയും? ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഓ നീ ദരിദ്രനായിട്ട് ജനിച്ചോ, ദരിദ്രനായിട്ട് മരിക്കരുത് എന്ന് പറയും സാമ്പത്തിക ട്രെയിനിങ് ഒക്കെ നടക്കുമ്പോൾ. നമുക്ക് ആധ്യാത്മിക രംഗത്ത് ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, നീ 8 ഡയമെൻഷനുള്ളവനായിട്ട് ജനിച്ചിട്ട് 8 ഡയമെൻഷനുള്ളവനായിട്ട് മരിക്കരുത്. അതാണ് ഇവിടുന്ന് ഈ രാമരാമ പാഹിമാം എന്ന വേദിയിൽ നിന്നുകൊണ്ട് നമുക്കൊക്കെ തരാനുള്ള സന്ദേശം. ഇവിടെ കൃഷ്ണനും രാമനും കൈകോർത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് ഈ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പ്ലീസ് എല്ലാവർക്കും നന്ദി പറയുന്നു. ജയ് ശ്രീരാം. താങ്ക്സ് ടു ഓൾ.